ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഈ അടിപൊളി ചിക്കൻ ബിരിയാണിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് പക്ഷേ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ മുടങ്ങാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഉപ്പ് ആവശ്യത്തിനല്ലേ? ഇതെന്താ? മല്ലിയില, മറ്റേ പുതിന, ജിഞ്ചർ പേസ്റ്റ്. ഇതിലേക്ക് ഞങ്ങളിപ്പോൾ 4 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്കിനി 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് 1 മണിക്കൂർ സമയം നമുക്കിത് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഏറ്റവും നല്ലത് തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം 1 മണിക്കൂർ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിതൊരു സൈഡിലേക്ക് വെക്കുകയാണ്. ഇവിടെ ഇപ്പം 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടത് വളരെ സ്ലൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുക. അങ്ങനെ തിരുമിയെടുക്കുമ്പോൾ ഉള്ളി ഇങ്ങനെ നമുക്ക് ഓരോ അല്ലി തിരിച്ച് വേർതിരിച്ച് കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്കതിന് എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഉള്ളി വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഉള്ളി വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്കിത് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് നമുക്കിനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ഗ്ലാസ് അരി എടുക്കുന്നുണ്ടോ അതിൻ്റെ ഡബിൾ വെള്ളമാണ് ഇപ്പോൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. അത് ബോയിൽ ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, ഏലക്ക, പട്ട തുടങ്ങിയ കടമസാലകൾ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് പുതിനയില കൂടെ ചേർത്ത് കൊടുക്കാം. പുതിനയില ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പുതിനയില ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസാണ്, അത് ചേർത്ത് കൊടുക്കുക. ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് സമയം കഴിയുമ്പോൾ തുറന്ന് നോക്കണം. ഒരു 75% വേവ് ആയി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഒരുപാട് വെന്ത് പോകരുത്. 75% മാത്രമാണ് നമുക്ക് വേവ് ആവശ്യമുള്ളൂ. ഇപ്പോൾ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിന് മുകളിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇപ്പോൾ നമ്മൾ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. കട മസാലകളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഉപയോഗിക്കാതെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം. ബിരിയാണിക്ക് വേണ്ടി ഒരു വലിയ പാത്രം തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ സൗകര്യമായിരിക്കും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം. കടമസാലകളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് 3 മീഡിയം സൈസ് ഉള്ളി സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് സ്ലൈസായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. ഉള്ളി ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ ആയിട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മസാലപ്പൊടി നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അത് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വേറെ ചിക്കൻ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മസാല പൗഡറാണ് 2 ടീസ്പൂൺ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചട്നി ചേർത്ത് കൊടുക്കാം. ഈ ചട്നി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുതിനയിലയുണ്ട്, മല്ലിയിലയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ ഈ 3 സംഭവങ്ങളൂടെ നമ്മൾ അരച്ചെടുത്തുണ്ടാക്കിയ ചട്നിയാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. എന്നിട്ട് ഈ ഒരു ഗ്രേവിയിൽ ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഗ്രേവിക്കകത്ത് കിടന്നിട്ട് വേണം ചിക്കൻ നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഒരു ഹാഫ് അവർ സമയം നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വേവാനായിട്ട് ഹാഫ് അവർ സമയം എടുക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്കൊരു സാലഡ് ഉണ്ടാക്കുന്ന റെസിപ്പി കൂടി ഒന്ന് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തൈര് വേണം. പിന്നെ അതിലേക്ക് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്, പുതിനയില, മല്ലിയില, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം സവോള. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാലഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിയുള്ള സാലഡാണ്. ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് മതി, ഒരുപാട് വെന്ത് അങ്ങോട്ട് പൊട്ടിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിനി എങ്ങനെയാണ് ബിരിയാണി റൈസ് ലെയർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ കടായിൽ നിന്ന് കുറച്ച് ചിക്കൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ബിരിയാണി ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കന് മുകളിലേക്ക് കുറച്ച് തിക്കായിട്ട് റൈസ് ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും കുറച്ച് തുളസി ഇലയും കൂടെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ആദ്യം തന്നെ ക്രിസ്പാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ നിരത്തി കൊടുക്കാം. ചിക്കന് മുകളിൽ പിന്നെ ഒരു ലെയർ റൈസ് കൂടെ വരുന്നുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ചുകൂടെ ബ്രൗൺ ചെയ്തെടുത്ത ഉള്ളി നമുക്ക് വിതറി കൊടുക്കാം. കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഒന്ന് വിതറി കൊടുക്കാം. കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബിരിയാണി കളറാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തത്. കുങ്കുമപ്പൂവ് ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് യൂസ് ചെയ്താലും മതി. ഇതിന് മുകളിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ദം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ബിരിയാണി ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ പാനിൻ്റെ ചുറ്റും ഗോതമ്പ് മാവ് കുഴച്ചത് നല്ല തിക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഗ്യാസ് പുറത്ത് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇത് സൈഡൊക്കെ ഇങ്ങനെ ഗോതമ്പ് മാവ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബിരിയാണി ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദോശക്കല്ലോ പാനോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കട്ടിയുള്ള പാനാണെങ്കിലും മതി. അപ്പോൾ അതിന് മുകളിലേക്ക് ഇത് വെക്കുക. ഹാഫ് അവർ സമയം ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഹാഫ് അവർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദം ചെയ്തെടുത്ത അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മല്ലിയില, തുളസിയില, പുതിനയില ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കൂടാതെ ചിക്കൻ്റെ നല്ലൊരു സ്മെല്ലും. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കൂടെ അടിപൊളി സാലഡ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ തന്നെ വിവരങ്ങളൊക്കെ അറിയിക്കണം. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.